ഹായ് ഹലോ എല്ലാവർക്കും രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു സിമ്പിൾ തക്കാളി തീയൽ ഉണ്ടാക്കിയാലോ. ഒരു കടായോ അല്ലെങ്കിൽ പാനോ അല്ലെങ്കിൽ ചീനച്ചട്ടിയോ അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് 5-6 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം കേട്ടോ. പിന്നീട് ഒരു പിടി തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവയാണ്. ഇത് ചേർത്ത ശേഷം നന്നായിട്ട് വറുക്കുക. നന്നായിട്ട് വറുത്ത ശേഷം കരിയരുത്, നന്നായി വറുത്ത ശേഷം മാറ്റി വയ്ക്കുക. ഇനി 2 തക്കാളി ചെറുതായി അരിഞ്ഞു വയ്ക്കുക. ശേഷം ഒരു ചീനച്ചട്ടിയിൽ അല്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് വലിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി നമ്മൾ കരിഞ്ഞു വെച്ച ആ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്പം മഞ്ഞൾപ്പൊടിയും അതേപോലെ അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾക്ക് വഴറ്റാം കേട്ടോ. ഇനി നമ്മൾ വറുത്തരച്ച തേങ്ങ ഈ തക്കാളിയിലേക്ക് ഈ അരപ്പ് അങ്ങ് ചേർക്കാം. ഗ്യാസ് സിം ചെയ്ത് വെച്ച ശേഷം നമ്മൾക്കൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഒപ്പം തന്നെ നമുക്ക് കടുക് വറുക്കാനുള്ള ആ കാര്യങ്ങളും തയ്യാറാക്കാം. തിളച്ച എണ്ണയിലേക്ക് കടുക്, ഉലുവ, ഇനി ചെറുതായി അരിഞ്ഞു വെച്ച ചെറിയുള്ളി കൂടി ഇട്ട ശേഷം ഒപ്പം ചുവന്ന മുളകും ഇടാൻ കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇട്ടില്ല. കറിവേപ്പില കൂടി ചേർത്ത ശേഷം കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾക്ക്.